എല്ലാ പേരിലും അഭേദാനന്ദ സ്വാമിജിയുടെ പേരിലും ഈ ആശ്രമത്തിന്റെ പേരിലും ഉള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സ്വാമി വിവേകാനന്ദന്റെ അനന്തപുരി സന്ദർശനത്തിന്റെ 132ാം വാർഷിക ദിനമാണ്. അതായത് 1892 നവംബർ 27 മുതൽ ഡിസംബർ 27 വരെയായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കേരള യാത്ര. 1892 ഡിസംബർ 13 സ്വാമി വിവേകാനന്ദൻ അനന്തപുരിയിലെത്തി. അപ്പൊ ഇവിടുത്തെ വിഷയം, അഭേദാശ്രമത്തിലെ വിഷയം സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. അതിനൊരു കാരണം, അഭേദാശ്രമം എന്ന് പറയുമ്പോ പരമഭട്ടാര ചട്ടമ്പി സ്വാമി സ്മാരക അഭേദ മഹാമന്ത്രാലയം. അപ്പോ നമ്മുടെ ഒരു ഭാരത സംസ്കാരത്തിന്റെ ഒരു സവിശേഷത അതിന്റെ മഹത്തായ ഗുരുപാരമ്പര്യമാണ്. അപ്പൊ ഇവിടെ മഹാഗുരു വർഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചില വിദ്വാൻമാരെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നത് ചട്ടമ്പി സ്വാമികളെ കാണാനും അദ്ദേഹത്തിൽ നിന്നും ചിന്മുദ്ര പഠിക്കാനുമാണെന്നാണ് പറയുന്നത്. ഒരു വിദ്വാനല്ല, പല വിദ്വാൻമാരും. കാരണം ഗുരുഭക്തി കൂടിക്കൂടി വന്നിട്ട് സ്വാമി വിവേകാനന്ദൻ വരുന്നത് എവിടുന്നാണ്? ബംഗാളിൽ നിന്നാണ്. ബംഗാൾ എന്ന സ്ഥലം അത് 64 തലത്തിലുള്ള തന്ത്രത്തിന്റെ നാടാണ്. അത് ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ജീവിതത്തിൽ പറയുന്നൊക്കെ ഭൈരവി ബ്രാഹ്മണൻ വരുന്നു. ഇതിന് രാമകൃഷ്ണ പരമഹംസരെ 64 തലത്തിലുള്ള തന്ത്രം പഠിപ്പിക്കാനായിട്ടാണ്. അതും കഴിഞ്ഞിട്ടാണ് തോതാപുരി എന്ന് പറയുന്ന മഹാത്മാവ് വരുന്ന വേദാന്ത സാധന അനുഷ്ഠിപ്പിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞൊരു മഹാത്മാവിന്റെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ മഹാസമാധിക്ക് ശേഷം ഭാരതം കാണാനായിട്ട് ആണ് വരുന്നത്. ചില വിദ്വാൻമാരെ ജയിലിൽ കിടന്നിട്ടാണ് ഇന്ത്യയെ കണ്ടെത്തിയത്. ചില ആൾക്കാരെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇരുന്ന് ഇന്ത്യയെ കണ്ടെത്തി. സ്വാമി വിവേകാനന്ദൻ, അതിനെ തുടർന്ന് എത്രയോ പേര്, മഹാത്മാഗാന്ധി, എത്രയോ പേര്, സ്വാമി രാമദേവൻ, തിലകി മഹാരാജ്, കാൽനടയായിട്ട് എത്രയോ പേര്. കാരണം ഭാരതത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ, നഗരോപകരങ്ങളിൽ, അതിനു മുമ്പാണല്ലോ ശങ്കരാചാര്യ സ്വാമി, സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികളെ ആസീതു ഹിമാചൽ സഞ്ചരിച്ചു. എറണാകുളത്ത് വെച്ച് വന്നപ്പോ ഒരു അജ്ഞാതനായ സന്യാസിയെ കണ്ടു. അതും കവി പാടിയിട്ടുണ്ട്. അഭൗമ തേജസ്വിയായ ആ മേരുരകാരി ഒരു ഉഷസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. ആരാണെന്ന് അറിയില്ല. കൊച്ചി മഹാരാജാവിന്റെ സെക്രട്ടറിയായ ശങ്കരയ്യയുടെ സെക്രട്ടറിയായ രാമയ്യയും കൊച്ചി സംസ്ഥാനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ഒ ചന്തൂരാരും കൊച്ചി കായലിന്റെ തീരത്ത് ഉഷസ്സിൽ യാത്ര ചെയ്യുമ്പോ അവര് കണ്ടു. ആരെ കണ്ടത്? കവി, മലയാളത്തിന്റെ ഭാവനാ കുബേരനായ ഒരു കവി എഴുതിയിരിക്കുന്നതാണ്. അഭൗമ തേജസ്വിയായ ഒരു മേരുര ദീർഘകായനെ കണ്ടു. അപ്പൊ അത് വിളിച്ച എറണാകുളത്ത് പരിചയപ്പെട്ട ആ സമയത്ത് ചട്ടമ്പി സ്വാമികള് അമ്പാടി നാരായണ മേനോൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ താമസിക്കായിരുന്നു. അമ്പാടി വീട്, അതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ആ വീട്ടിൽ താമസിക്കുമ്പോ സ്വാമിയോട് പറഞ്ഞു, ചട്ടമ്പി സ്വാമികളോട് പറഞ്ഞു, ഇങ്ങനെ രാമയ്യയുടെ വീട്ടിൽ ഒരു വംഗദേശത്ത് നിന്നും വന്നൊരു സന്യാസി എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരുടെ വർത്തമാനത്തില് ചിന്മുദ്രയെ കുറിച്ചിട്ട് വർത്തമാനത്തില് വരുന്നു.
ഇനിയിപ്പോ അവിടെ ചില പ്രശ്നങ്ങൾ വരുന്നത് ചട്ടമ്പിസ്വാമികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. വിവേകാനന്ദ സ്വാമിക്കാണ് ബംഗാളി ഇംഗ്ലീഷും നല്ലോണം അറിയാം, സംസ്കൃതം അത്രയ്ക്ക് ഭാഷയാണ്. ചട്ടമ്പിസ്വാമിയുടെ സംസ്കൃതം വളരെ ഗംഭീരമാണ്, കാരണം മലയാളം തമിഴും ഉള്ളതാണ്. അപ്പൊ ഇവരുടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്ന ഒരാൾ പറഞ്ഞു, സംഗതി സ്വാമി, അജ്ഞാതനായ സ്വാമി ആളെ ഗംഭീരനാണെങ്കിൽ വ്യാകരണം മാത്രം പോരാ എന്ന് പറഞ്ഞു. സംസ്കൃതത്തിലെ ചട്ടമ്പിസ്വാമിയോട് പറഞ്ഞു വ്യാകരണം അത്ര പോരാ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ വ്യാകരണത്തിന്റെ പിന്നാലെ പോകാറില്ല, വ്യാകരണം എന്റെ പിന്നാലെ പോകും. അത് നമ്മുടെ ഭാഷാശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. വ്യാകരണം പഠിച്ചവര് യൂണിവേഴ്സിറ്റികളൊക്കെ വേദാന്തം പഠിച്ചവരുണ്ട്. പക്ഷെ അവർക്ക് അദ്വൈതം പ്രസംഗിക്കണമെങ്കിൽ TAT എത്രയുണ്ട്? മണിക്കൂറിൽ സഞ്ചരിക്കണമെങ്കിൽ TAT കൊടുത്താലും അവർ വേദാന്തം പ്രസംഗിക്കും. അപ്പൊ സ്വാമി വിവേകാനന്ദൻ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ വ്യാകരണത്തിന്റെ പിന്നാലെ പോകാറില്ല, വ്യാകരണം എന്റെ പിന്നാലെ വരും. ഇവിടെ പല ഋഷിമാരും വരുന്നുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് വേദാന്തം പറയണമെങ്കിൽ ആദ്യം വ്യാകരണം പഠിക്കണം, തർക്കം പഠിക്കണം, എന്നിട്ടാണ് വേദാന്തത്തിലേക്ക് വരുന്നത്. അത് ട്രഡീഷണൽ ഒരു രീതിയാണ്. ഇത് ചിത്തശുദ്ധി രീതിയാണ്. രാമകൃഷ്ണ പരമഹംസ എന്താ പഠിച്ചിട്ടുള്ള ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനായ അഭേദാനന്ദ സ്വാമികൾ അദ്ദേഹം ചെയ്തത് നാമം ജപിച്ച ചിത്തശുദ്ധി നേടി. അപ്പൊ അങ്ങനെ വരുന്ന ചിത്തത്തിൽ നിന്നും വരുന്ന അറിവ് ജ്ഞാന സദൃശമാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള വർത്തമാനത്തിൽ ഇങ്ങനെ ഒരു വ്യാകരണ പണ്ഡിതൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വ്യാകരണം പോരാ. അപ്പൊ സ്വാമി വിവേകാനന്ദ സ്വാമി ഇങ്ങനെ മറുപടി പറഞ്ഞു. അപ്പൊ ബൃഹദാരണ്യകോപനിഷത്ത് കോപ്പി ചെയ്തപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഇതൊക്കെ എനിക്കറിയാം, ഇത് പക്ഷേ ആധ്യാത്മികോന്നതിക്ക് എങ്ങനെ സഹായകമാണ്? ഇതാണല്ലോ എന്തറിവും മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള ഉണർവിന് എങ്ങനെ സഹായകമാകുന്നല്ല. അപ്പോഴാണ് ചട്ടമ്പി സ്വാമികൾ തമിഴകത്തിന്റെ ശൈവ സിദ്ധാന്തത്തിലേക്ക് വരും. അത് സ്വാമി വിവേകാനന്ദന് തികച്ചും അജ്ഞാതമായ ഒരു കാര്യമാണ്. കാരണം അറിവിന്റെ വ്യത്യസ്ത ധാരകൾ അത് ചട്ടമ്പി സ്വാമികളിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പൊ ചട്ടമ്പി സ്വാമി വിവേകാനന്ദ വിദ്യാലയ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു, ചിരിമുദ്രയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് അന്ന് വന്നത് അജ്ഞാതനായ ഒരു സ്വാമി, വിവേകാനന്ദ സ്വാമി പ്രശസ്തനായിരുന്നില്ല. പക്ഷെ ചട്ടമ്പി സ്വാമി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ 9 വിധത്തിലുള്ള കഥകൾ ഞാൻ കണ്ടു. അതുകൊണ്ട് സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികളുടെ മഹത്വം ആസീതു ഹിമാചലമാണെങ്കിൽ ആ സ്വാമികളുടെ മഹത്വം ആഗോള പര്യന്തമാണെന്ന് ചട്ടമ്പി സ്വാമി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ 3 ദിവസം ഡിസംബർ 3, 4, 5 തീയതിയിൽ എറണാകുളത്ത് ഉണ്ടായിരുന്ന അവർ തമ്മിൽ സംഭാഷണങ്ങൾ പോരുമ്പോ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഐ മേക്ക് എ റിമാർക്കബിൾ പേഴ്സൺ ഇൻ മലബാർ. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്താ ചർച്ച ചെയ്യുന്നത്? സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോ എന്ത് പറഞ്ഞു? കേരളം ഭ്രാന്താരിയാണെന്ന് പറഞ്ഞു. ഐ മേക്ക് എ റിമാർക്കബിൾ പേഴ്സൺ ഇൻ മലബാർ എന്ന്. അപ്പൊ അവിടേക്കും ചോദ്യം അതിന് സ്വാമി വിവേകാനന്ദൻ മലബാറിലെ കുട്ടിയില് പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം വഴി തിരുവനന്തപുരം മലബാറിലാണ്. അന്ന് കേരളം അറിയപ്പെട്ടിരുന്ന മലബാറാണ്. പിന്നീട് ചട്ടമ്പി സ്വാമികളെയാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വാമി വിവേകാനന്ദന്റെ സമാധി കഴിഞ്ഞ 1902 ജൂലൈ 4 സമാധി കഴിഞ്ഞു. ഈ സമാധി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം തയ്യാറാക്കിക്കൊണ്ടിരുന്ന അദ്ദേഹം നേതൃത്വം കൊടുത്ത സിസ്റ്റർ നിവേദിത ഈ സ്വാമി വിവേകാനന്ദന്റെ പഴയ ഡയറികളൊക്കെ കൂട്ടിവെച്ചപ്പോ അതിലൊരു ഡയറിയിൽ എടുത്ത് ഐ മെറ്റ് എ റിമാർക്കബിൾ പേഴ്സൺ ഇൻ മലബാർ.
അപ്പൊ ഇത് മലബാറില് കണ്ട സ്വാമി ആരാണെന്ന് അറിയാൻ സിസ്റ്റർ നിവേദിതയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തുന്ന ഒരു സ്വാമിയുടെ പേര് ആനന്ദ എന്നാണ്. അപ്പൊ അദ്ദേഹം അവിടേക്കും എറണാകുളത്ത് റെയിൽവേ വന്ന് എറണാകുളം നോർത്ത് വന്നിറങ്ങി. ആ സ്വാമി ചട്ടമ്പി എന്ന് വിളിച്ചു നടന്നു. അപ്പൊ ആൾക്കാർ വന്നിങ്ങനെ മഹാത്മാവായിട്ടുള്ള ചട്ടമ്പിയെ കുറിച്ച് അറിയാൻ വേണ്ടതാണ്. ഭാഗ്യത്തിന് അന്ന് അദ്ദേഹം കലൂരുള്ള ഇക്കണ്ട വൈദ്യരുടെ വീട്ടിലുണ്ടായി. അപ്പൊ അങ്ങനെ ആനന്ദ എന്ന് പറയുന്ന സ്വാമി കണ്ടു എന്ന നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു അമൃതാനന്ദ സ്വാമി വരുന്നുണ്ട്. അദ്ദേഹം ചട്ടമ്പി സ്വാമികളിൽ നിന്നും ചിന്മുദ്ര മാത്രമല്ല കേജരി മുദ്രയും പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ചരിത്രത്തിന്റെ ധാരകൾ. അത് കഴിഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഡിസൈപ്പിൾസ് എന്നുള്ള പുസ്തകത്തിലാണ് ഈ ഇൻഫർമേഷൻ വരുന്നത്. ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് സാക്ഷാൽ ബോധേശ്വരനാണ്. ബോധേശ്വരനാരാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ. അതായത് ബോധേശ്വരൻ എഴുതിയിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വ്യാസനും ശങ്കരനും മൂലവും ആശയവും. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഈ 600 വർഷത്തിലൊക്കെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇതൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇത് ശങ്കരി പ്രസാദ് ബസുവിനെ പോലെയുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ഈ വിവരങ്ങൾ ബോധേശ്വരനോട് ചോദിച്ച് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ പുസ്തകമാണ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഡിസൈപ്പിൾസ് സ്വാമി വിവേകാനന്ദ. അതിൽ നിന്ന് കിട്ടിയ വിവരമാണ് നമ്മളുടെ പുസ്തകങ്ങൾ സ്വാമി വിവേകാനന്ദ കേരളം. അപ്പൊ അത് എറണാകുളത്ത് വെച്ച് നടന്ന സംഭവമാണ്. ഡിസംബർ 13 സ്വാമി വിവേകാനന്ദൻ അനന്തപുരിയിലെത്തി. 132 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവത്തിനെ കുറിച്ച് നമ്മൾ സ്മരിക്കുക. ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ വത്സല ശിഷ്യനായ അഭേദാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ